നമസ്കാരം. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. വനിതാ സാഹിത്യയുടെ ഒരു പരിപാടിയിൽ മാധവിക്കുട്ടി അനുസ്മരണം. വളരെ മനോഹരമായ ഒരു അനുസ്മരണ പ്രഭാഷണം നമ്മൾ കേട്ടു. സ്ത്രീ ശാക്തീകരണത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണങ്ങളുടെ പ്രത്യേകത കൂടി അതിനെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനെ നമ്മളിപ്പോൾ മാധവിക്കുട്ടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ എഴുത്തിലൂടെയും ജീവിതത്തിലൂടെയും നമ്മളിങ്ങനെ കടന്നു പോകുന്ന ഒരു അരമണിക്കൂറാണ് നമ്മളിപ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റ് വളരെ പ്രസക്തമാണ്. ഞാൻ പുതിയ കാലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നാൽ കഥകളെക്കുറിച്ച് അത്ര ഗഹനമായി സംസാരിക്കാൻ പറ്റുന്ന ഒരാളെന്നല്ല ഞാൻ. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ വായിച്ച കഥകൾ, അതിൻ്റെ രീതികൾ, ഇതൊക്കെയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ പിന്നെ ഈ നമ്മുടെ സൊസൈറ്റി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ വരുന്നു, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വരുന്നു. ആ കാലഘട്ടത്തിലാണ് എഴുത്തുകാരൻ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഫോൺ എടുത്താലേ പിന്നെ നമ്മളിപ്പോൾ റീൽസ്, നമ്മൾ നിരന്തരം പറയുന്നൊരു സാധനം, നമ്മളിപ്പോൾ റീൽസ് കാണുന്നൊരു സമയമുണ്ട്, ഒരു 2 സെക്കൻഡ്. ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ അടുത്തേക്ക് പോകൂ. ആ കാലത്താണ് നമ്മൾ കഥ എഴുതുന്നത്. പുതിയ എഴുത്തുകാർ കഥ എഴുതുന്ന ആ കാലഘട്ടത്തിലാണ്. അത് എഴുതുന്ന കഥയാണെങ്കിലോ 10,000-3000 വേർഡ്സ് ഉണ്ട്. അത് മുഴുവൻ വായിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയും ഒരു എഴുത്തുകാരനുണ്ട്. ഈ കഥ ആദ്യത്തെ പാരഗ്രാഫിന് അപ്പുറം പോയില്ലെങ്കിൽ, വായന പോയില്ലേ, പിന്നെ അത് അവിടെ കിടക്കും. അതാണ് അവസ്ഥ. അപ്പോൾ ഇന്നത്തെ കാലത്ത് എഴുത്തുകാരൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവൻ്റെ എങ്ങനെ ഇത് വായിപ്പിക്കാം എന്നുള്ളതാണ്. പണ്ടത്തെ പോലെയല്ല. അതിനിപ്പോൾ നമുക്കുള്ളൊരു സൗകര്യം നിറയുന്ന സോഷ്യൽ മീഡിയ ആണ്. ഇപ്പം ഞാനൊക്കെ തുടക്കകാലത്ത്, ഞാൻ 2015 ശേഷം മാത്രം കഥ എഴുതി തുടങ്ങിയ ഒരാളാണ്. ആ സമയത്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് കഥ വന്ന് ഇട്ടിട്ടില്ല. കാറ്റാടി മൂപ്പൻ എന്ന കഥ ദേശാഭിമാനി വാരികയിലാണ് വന്നത്. ആ കഥയെക്കുറിച്ച് ഒരു പരാമർശവും ഞാൻ അന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല. ഞാൻ കഥ വേറെ, സോഷ്യൽ മീഡിയ വേറെ എന്നുള്ള. പിന്നെ കാലം മാറുകയാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ പോകണമെങ്കിൽ നമ്മളും ഇപ്പോൾ ഡെയിലി 2 പോസ്റ്റെങ്കിലും ഒരു പുസ്തകം ഇറങ്ങിയാൽ ഇടേണ്ട അവസ്ഥയാണ്. സോ സെൽഫ് ബൂസ്റ്റിംഗ് ആണ് നടക്കുന്നത്. എത്ര മാറിയിരിക്കുന്ന പറയുക തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം കൂടി വന്നതിന് ശേഷം റീൽസിൻ്റെ കളിയാണ്. അപ്പോൾ ആ കാലത്താണ് ഒരു എഴുത്തുകാരൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതി മുന്നോട്ട് പോകുന്നത്. പറഞ്ഞ കഥകൾ പറയാനും പറ്റില്ല, പുതിയ കഥകളായിരിക്കണം. അത് മറ്റൊരു പ്രത്യേകതയാണ്. ഭാഷ, നമ്മളിപ്പോൾ പുതിയ കഥകളിൽ ഒരു ഭാഷയുടെ പ്രത്യേകത, നമ്മൾ നേരത്തെ ഉപയോഗിച്ച മാനക ഭാഷകളോ അല്ലെങ്കിൽ അത്തരം ഭാഷകളോ ഒന്നല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് പേരാമ്പ്രന്ന് വരുന്ന ഒരാളാണ്. എൻ്റെ കഥകളിലൊരു ഭാഷ എന്ന് പറയുന്നത് ബോധപൂർവ്വം ഉണ്ടായതല്ല കേട്ടോ. ഞാൻ കോഴിക്കോട് പേരാമ്പ്ര എന്നുള്ള സ്ഥലത്തുള്ള അവിടെ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതേ സ്ഥാനത്ത് ബഷീർ ഉപയോഗിച്ച ഭാഷ അവിടെയുണ്ട്, യു എ ഖാദർ ഉപയോഗിച്ച ഭാഷ അവിടെയുണ്ട്, SK ഉപയോഗിച്ച ഭാഷ അവിടെയുണ്ട്. പക്ഷെ അതിനൊക്കെ ഉപരി ഞാൻ പേരാമ്പ്ര എൻ്റെ നാട്ടിൽ ഉപയോഗിക്കുന്നത്, എനിക്ക് പൈക്കിന്ന് എന്ന് പറയുമ്പോൾ പൈക്കുക എന്ന് പറഞ്ഞാൽ വിശക്കുക എന്നാണ്. ചില കണ്ണൂരുള്ള ചേച്ചിക്കറിയായിരിക്കും. അപ്പോൾ ആ തരത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഓരോ കഥയുടെ സ്വഭാവത്തിനനുസരിച്ചും അത് ഞാൻ മാത്രമല്ല. ഇപ്പോൾ ഇവിടെ ഷിനിലാൽ എഴുതുകയാണെങ്കിൽ ഇവിടെയുള്ള പല അടി എന്ന് പറയുന്ന നോവലിലൊക്കെ കൃത്യമായിട്ട് ഇവിടെയുള്ള ചന്ത, ഏത് ചന്ത എന്ന് ഓർമ്മയില്ല, ആ ചന്ത വായിച്ചിട്ടുണ്ടാവും, അടിയായി വായിച്ചിട്ടുണ്ടാവും. ആ നോവലിൽ ഇവിടെയുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ എഴുത്തുകാരനെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയുള്ള പ്രാദേശികമല്ല സൂക്ഷ്മ ഭാഷയിലേക്ക് നമ്മുടെ സാഹിത്യം മുന്നേറുന്നുള്ള, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പഴയതിനുപരി നമ്മൾ അവിടെയുള്ളൊരു സംസ്കാരങ്ങൾ, പിന്നെ എൻ്റെ നാട്ടിലൊരു മയിലാടിപ്പാറയുണ്ട്. ഈ മയിലാടിപ്പാറ എന്ന് പറയുന്നത് ഒരു പാറേൻ്റെ പേരാണ്. പക്ഷേ എൻ്റെ പല കഥകളിലും ഞാനിപ്പോൾ ഒരു നോവൽ എഴുതി വേറൊന്ന് എഴുതുന്നു, ഇപ്പോൾ എഴുതുന്ന നാട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു നോവലാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ മയിലാടിപ്പാറ എന്നൊരു മിത്തായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. വെച്ചാൽ എന്തുകൊണ്ടാണ് മയിൽ വരുന്നു, അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഇല്ല. പക്ഷേ അത്രയ്ക്കും സൂക്ഷ്മമായ രീതിയിൽ പലരും പല കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പുതിയ എഴുത്തുകാർ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ SR ലാലിൻ്റെ കുഞ്ഞുണ്ണിയുടെ പുസ്തകം എന്നുള്ള ആ കഥയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു മണിമല കൊട്ടാരം എന്ന് പറയുന്നത് പണ്ട് തിരുവിതാംകൂർ രാജ കുടുംബത്തിൻ്റെ ഔട്ട് ഹൗസാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു നാട്ടുകഥയെന്നാണ് ആ നോവൽ ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ഒഴിവാക്കി മാറ്റി നിർത്തുന്ന സാധനങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സുരേഷ് ബാബുയുടെ ഒരു നോവൽ, ഇപ്പോൾ അടുത്ത് മറതി എന്നൊരു നോവൽ DC ബുക്സ് ഇറക്കിയിട്ടുണ്ട്. അത് എൻ്റെ നാട്ടിൽ ഉള്ളിയേരി എന്നുള്ള സ്ഥലത്തെ ഗ്രാമത്തിൽ ബ്രിട്ടീഷുകാർക്ക് പോരാടിയ ചെറിയൊരു ഗ്രാമം, അത് മുൻനിർത്തിയുള്ളൊരു നോവലാണ്. നന്നായിട്ട് അത് വായിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ നമ്മൾ മാറ്റി നിർത്തപ്പെട്ട സാധനങ്ങളൊക്കെ എഴുത്തിലേക്ക് വരികയാണ്. അതെനിക്ക് തോന്നുന്നു എഴുത്ത് നിരീക്ഷണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. നമ്മളിങ്ങനെ നിരീക്ഷിക്കണം. ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ്റെ പേര് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞു പണ്ട് സിനിമാ കൊട്ടയിലേക്കൊക്കെ പോകുമ്പോൾ തലയിൽ കെട്ടി നാണയം കെട്ടിപ്പോൾ ഞാനും പെട്ടെന്ന് അത്ഭുതത്തോടെ, എനിക്ക് ഒരു പരിചിതമില്ലാത്തൊരു മേഖലയാണത്. അപ്പോൾ ചിലപ്പോൾ നാളെ ഇപ്പോൾ എഴുതുമ്പോൾ അത് വന്നത് ആ തിയേറ്ററിലേക്ക് പോയൊരു കാലമുണ്ടെന്ന്, എന്നാൽ പുഴ നീന്തി പോണേ. അപ്പോൾ അത്തരത്തിൽ പുതിയ പുതിയ നിരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ പുതിയ എഴുത്തുകാർ പിന്നെ മുൻനിർത്തി പോകുന്നത്. പിന്നെ ഇവരൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കഥ ചില വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. പുതിയ എഴുത്തുകാരുടെ കഥകൾ എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. പക്ഷേ അവർ തൊടാത്തൊരു വിഷയങ്ങളുമില്ല. എല്ലാ വിഷയങ്ങളും അവർ എഴുതും.
ഇന്ന കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ എഴുത്തുകാരാണ്. ഇവർ ഇന്നത് എഴുതും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, എല്ലാം എഴുതും. അതൊരു വല്ലാത്തൊരു പ്രത്യേകതയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ GR ഇന്ദുഗോപൻ്റെ കഥകൾ ഭയങ്കര ത്രില്ലറാണ്. അമ്മിണി പിള്ള കേസ്, പിന്നെ വിലായത്ത് ബുദ്ധിയൊക്കെ വായിക്കും, ഭയങ്കര ത്രില്ലറാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര താല്പര്യം, സിനിമ കാണുന്ന ഇതിൽ നമുക്കത് വായിച്ചു പോകാൻ പറ്റും. അതേ സ്ഥാനത്ത് നമ്മൾ ബിനോയ് തോമസിനെ വായിക്കുകയാണെങ്കിൽ ബിനോയ് തോമസിൻ്റെ രാമച്ചി എല്ലാവരും വായിച്ച കഥയായിരിക്കും. മലയോര ജീവിതം, പ്രാദേശിക ജീവിതം, അവിടെയുള്ള ഭാഷ. പിന്നെ നമ്മൾ ഇപ്പോൾ ഫ്രാൻസിസ് നെരോണിനെ ബാധിക്കുകയാണെങ്കിൽ അശരണയുടെ സുവിശേഷം എന്ന കഥയുണ്ട്. അതൊക്കെ തീരദേശ ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഏത് മേഖലയിലാണോ അവർ നിൽക്കുന്നത് അവിടെയാണ് കഥ പറയുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അബിൻ ജോസഫ്, നമ്മുടെ അമൽ ഇവിടെ പരിപാടിക്ക് ഞാൻ മുമ്പ് അമലിനോട് പങ്കെടുത്തിട്ടുണ്ട് ഒരിക്കലും, വളരെ മുമ്പാണ്. അമലിൻ്റെ കഥകളിൽ വിഷ്വലൈസേഷൻ വളരെ പ്രധാനമാണ്. വിഷ്വൽ ഒരു സാധനം ഇങ്ങനെ നമ്മൾ മനസ്സിലേക്ക് പതിപ്പിക്കുകയാണ് കഥകളിൽ. പുതിയ കഥകളിൽ പുതിയ രീതിയാണ്. അതാണ് 3000 വേർഡൊക്കെയാണ്. ഇത് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 1000 വേർഡിൽ ഒതുങ്ങും ഈ കഥ. പക്ഷേ ഇന്നിപ്പം കഥകളൊക്കെ നമ്മളിങ്ങനെ മാതൃഭൂമി എടുത്ത് മറിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ അത് വായിപ്പിക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ വിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പിന്നെ തൊടാത്തൊരു വിഷയമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നേരത്തെ നമ്മൾ പിന്നെ ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ എഴുതിയിട്ടില്ലായിരുന്നു. എനിക്കൊന്ന് എഴുതിയത് ഇപ്പോൾ പ്രസക്തമാണ്. മാധവിക്കുട്ടിയാണ് ഫസ്റ്റ് എഴുതുന്നത്. 1947 സ്ത്രീ എന്ന് പറഞ്ഞ കഥയിലാണ് ഫസ്റ്റ് ഇത് എഴുതുന്നത്. അന്ന് കുറേ വിമർശനങ്ങൾ കേട്ട കഥയാണ്. ഇങ്ങനെയൊക്കെ എഴുതാൻ പാടുന്ന രീതിയിൽ എല്ലാ കാലത്തും മാധവിക്കുട്ടി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം 60-ലും 70-കളിലുള്ള പുരുഷ കേന്ദ്രീകൃത സാഹിത്യ ലോകത്താണ് അവർ മുന്നോട്ട് പോകുന്നത്. പ്രിവിലേജുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണത്. വേറെ സ്ത്രീക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങ് കയറി വരാം. പ്രിവിലേജുകൾ ഉള്ളത് കൊണ്ട് ആവാം അവർ ബാലാമണി അമ്മ, അച്ഛൻ മാതൃഭൂമിയിലെ എഡിറ്റർ, അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അതൊക്കെ അങ്ങനെ വന്നത്. പിന്നെ അവരിനെ ചന്ദനമരങ്ങളിൽ ലെസ്ബിയൻ കഥകൾ പറയുന്നു. അതിനുശേഷം അങ്ങനെ ഇത് പ്രസക്തമല്ല. ഇത്തരം കഥകൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കഥകൾ പ്രസക്തമല്ല. പിന്നെ സിതാര എഴുതിയിട്ടുണ്ട് സ്പർശം എന്നൊരു കഥ, ഇന്ദു മേനോൻ ലെസ്ബിയൻ പശു, അങ്ങനെ കുറേ എഴുത്തുകാർ. പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് 1-2 കഥകൾ, മാമാ സീതാന്നൊക്കെ പറഞ്ഞ് പിന്നീട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്കിപ്പം ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ, പിന്നെ സ്ത്രീകളുടെ അതിജീവനം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ഇന്നാളിപ്പോൾ മുമ്പൊരിക്കൽ വളരെ പ്രസക്തമായ വീട്, നമ്മളെ കല്യാണിയും ദാക്ഷായണിയും എന്ന് പേരായ 2 സ്ത്രീകളുടെ കഥ, മറ്റേ നോവലുണ്ടല്ലോ നമ്മളെ രാജശ്രീ ടീച്ചറെ. ആ ടീച്ചറിൽ ഒരു വാചകമുണ്ട്. എന്തറിയോ, ഒരു സ്ത്രീക്ക് സ്വന്തം നാടുണ്ടോ? കല്യാണം കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? മറ്റൊരു നാട്ടിലേക്കോ? സ്വന്തമായൊരു നാടേ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയത്. ശരിയാണല്ലോ, നമ്മൾ അറിയുന്ന സാധനമാണിത്, പക്ഷെ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുന്നില്ല. സത്യമല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീപക്ഷ രചനകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പുതിയ കാലത്തിലെ എഴുത്തുകാരായാലും, ഇപ്പോൾ പുതിയ കാലത്ത് കുറേ എഴുത്തുകാരുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും പുതിയ തലമുറയിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ പുണ്യ, സ്വാതി, ജിൻഷ ഗംഗ, അങ്ങനെ കുറേ പേര് നമുക്കറിയാം. എല്ലാം പുതിയ കാലത്തുള്ള എക്സ്പ്ലോർ ചെയ്യപ്പെട്ട എഴുത്തുകാരാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ ലക്കം മാധ്യമ വീക്കിലിൽ സ്വാതിയുടെ ഒരു കഥയുണ്ട്, സ്വാതിയുടെ. ആ കഥയിൽ എന്ത് സംഭവിച്ചു? മരിച്ചൊരു സ്ത്രീയാണ് ത്രേസ്യ, എന്നറിയാൻ വായിച്ചിട്ടുണ്ടാവാം. ത്രേസ്യ എന്ന് പറയുന്നത് മരിച്ചൊരു സ്ത്രീയാണ്. ആ കഥയിൽ മുഴുവൻ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി മാത്രമാണ്. പക്ഷെ അവരെ കൊണ്ടുള്ള പരദൂഷണം മുഴുവനാണ് ആ കഥയിലുള്ളത്. ഞാൻ ആ കഥ വായിച്ച് ഭയങ്കര രസമായി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പൊക്കെ ഇട്ടിരുന്നു. പിന്നെ നല്ല രസമുള്ള കഥ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള അടരുകളുടെയാണ് ഇപ്പോൾ കഥ എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പിന്നെ നമ്മൾ സൂക്ഷ്മതലത്തിലുള്ള രാഷ്ട്രീയം നമ്മളിപ്പോൾ കഥകളിൽ കാര്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, മുമ്പൊക്കെ നമ്മൾ പാർശ്വവൽക്കൃത സമൂഹത്തിൻ്റെ കഥകൾ നമ്മൾ പറഞ്ഞിട്ടില്ല. പലപ്പോഴും പണ്ടുള്ള എഴുത്തുകാരുടെ പേരെന്ന് എഴുതുമ്പോൾ അവിടെയുള്ള ദളിതം എന്ന് പറഞ്ഞാൽ ദളിതം തന്നെയാണ്. അവനൊരു പുരോഗതിയില്ല, അവൻ വിളിച്ച അവിടെ വരണം, അടികൊള്ളണം, ആ തരത്തിലുള്ള കഥാപാത്രങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ നാരായണൻ്റെ കൊച്ചേരത്തി കണ്ടു, സി അയ്യപ്പൻ്റെ കാവൽ ഭൂതം, അതൊക്കെ നമ്മൾ വായിച്ചതാണ്. ആ കഥകളിലൊക്കെ ഒരു തുടക്കം മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ കാലത്ത് കുറേ ആളുകൾ, പുഷ്പമ്മേൻ്റെ കൊളുക്കൻ എന്ന നോവലുണ്ട്. കൊളുക്കൻ DC ബുക്സ് 2-3 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്തതാണ്. നല്ല നോവൽ, ഊരാളി ഗോത്രത്തിൻ്റെ കഥ പറയുന്ന മനോഹരമായൊരു നോവലാണ്. പിന്നെ രാജു കെ വാസുവിൻ്റെ പോളപ്പദം, പിന്നെ ചാവുനിലം, ഇത് കാഞ്ഞിരപ്പള്ളി ആ മേഖലയിലെ അടിമക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ഒരു നോവലാണ്. പക്ഷെ നല്ല ഇതാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ആ കണ്ണിയിൽ ഏറ്റവും അവസാനത്തെ ആളാണ് പിന്നെ കാവ്യ അയ്യപ്പൻ. ഉറവകുത്തി എന്ന് പറഞ്ഞ ഒരു ചെറുകഥാ സമാഹാരം ഇപ്പോൾ അടുത്ത് DC ബുക്സ് പബ്ലിഷ് ചെയ്യുന്ന അടിപൊളി കഥകളാണ്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. നമ്മൾ നേരത്തെ എന്തുകൊണ്ടോ മാറ്റി നിർത്തപ്പെടുകയോ പിന്നെ അത് എഴുതിയ മോശമാവുമോ എന്നുള്ള രീതിയിൽ തൊടാൻ ഭയന്നതോ ആയ ചില എന്ന് പറഞ്ഞാൽ സവർണ മേധാവിത്വമുള്ളൊരു സൊസൈറ്റിയിൽ ഇതൊക്കെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, വായന എന്ന് പറയുന്നതും സാഹിത്യം എന്ന് പറയുന്നതൊക്കെ വളരെ പിന്നെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ സവർണ മേധാവിത്വമുള്ള സൊസൈറ്റിയിൽ മാത്രം നിലനിന്ന കാലഘട്ടം 90-കൾ വരെ. പിന്നെ സാക്ഷരത യജ്ഞം വന്നതിന് ശേഷമാണ് കൃത്യമായിട്ട് പിന്നെ ആളുകളൊക്കെ കർഷക തൊഴിലാളികളൊക്കെ തന്നെ ഈ വായനയുടെ എൻ്റെ അച്ഛമ്മയാണ് ഉദാഹരണം. അച്ഛമ്മ സാക്ഷരതയിലൂടെ പഠിച്ചാൽ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. പിന്നെ എല്ലാ പുസ്തകങ്ങളും വായിക്കുകയായിരുന്നു. അത് ഭയങ്കര ഒരു മൈൽ സ്റ്റോണാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് പിന്നെ ഈ കൂടുതൽ വായനയിലേക്ക് ഇവർ പോകുന്നുള്ളതാണ്.
പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സങ്കീർണമായ ഭാഷയൊന്നുമല്ല, വളരെ ലളിതമായ രീതിയിലാണ് നമ്മളിപ്പോൾ കഥകൾ പറഞ്ഞു പോകുന്നത്. ബെന്യാമിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു പ്രത്യേകത ആടുജീവിത നോവലാണോ അത് ജീവിത അനുഭവമാണോ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ വളരെ സിമ്പിളായിട്ടാണ് അയാൾ എഴുതിയിരിക്കുന്നത്, പക്ഷേ എത്ര ടച്ചിങ് ആണ്. അപ്പോൾ ഈ ഭാഷയുടെ വെച്ച് കെട്ടുകളൊന്നും ആവശ്യമില്ല സാഹിത്യത്തിന്. സാഹിത്യം അത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞാൽ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ബെന്യാമിൻ്റെ മറ്റൊരു നോവൽ നിശബ്ദ സഞ്ചാരങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഒരു നേഴ്സ് പിന്നെ തിരുവിതാംകൂറിൽ നിന്ന് ആദ്യകാലത്ത് ടാൻസാനിലേക്കൊക്കെ പോയ ഒരു നേഴ്സിൻ്റെ കഥ അറിയാമെന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു നോവലാണ്. അതിലൊക്കെ ആരും കാണാത്ത ചില ചരിത്ര രേഖകളാണ് അതൊക്കെ, അന്ന് സത്യം പറയാം. നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു മറിയാമെന്ന് പറഞ്ഞാൽ അവിടെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അവരുടെ ലൈഫ് സ്റ്റോറിയാണ് ശരിക്കും ആ നോവലായിട്ട് തന്നെ ഇവിടെ പറയുന്നത്. പിന്നെ നമ്മൾ തകഴിയുടെ കഥകളുടെ കുട്ടനാടിന് നമ്മൾ കൃത്യമായിട്ട് കുട്ടനാടിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് നമ്മൾ തകഴിയുടെ കഥകൾ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ പുതിയ കുട്ടനാട് എന്താണെന്നുള്ളത് അറിയണ്ടേ നമുക്ക്? അതിൻ്റെ കഥകൾ നമുക്ക് ഷനോജാർ ചന്ദ്രൻ നമുക്കറിയാം. കാലൊടിഞ്ഞ പുണ്യാളം എന്നൊക്കെ പറഞ്ഞ കഥ എഴുതിയ ഷനോജാർ ചന്ദ്രൻ്റെ കഥകളിൽ ഈ പുതിയ കുട്ടനാടിനെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രിൻസ് സൈമനത്തിൻ്റെ കഥകളിൽ ചാരുമാനെന്നൊക്കെ കഥകളിൽ അദ്ദേഹം ഈ പുതിയ കുട്ടനാടിനെയാണ് അപ്പർ കുട്ടനാട് എന്താണ്, അവിടെ എന്താണ് ഇപ്പോഴത്തെ ജീവിത സാഹചര്യമാണ് കൃത്യമായിട്ട് അടയാളപ്പെടുന്നത്. അപ്പോൾ ഈ കാലം മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഴുത്തുകാരും അഡ്വാൻസ്ഡ് ആവുകയും അവരും ഈ നിരീക്ഷണത്തിലൂടെ എന്ത് പുതുത് പറയാം എന്നുള്ളതാണ് പുതിയ എഴുത്തുകാർ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നാട്ടിൽ ഇപ്പം യു എ ഖാദർ തിക്കോടിയാണ്. അദ്ദേഹം ഞാൻ പേരാമ്പ്രയാണ്. ശരിക്കും ഒരു 10-15 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അദ്ദേഹം കുറേ ഉഴുതുമറിച്ച മണ്ണാണ് എൻ്റെ മണ്ണ്. അവിടെ എന്ത് എഴുതാനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത് നമ്മൾ കഴിഞ്ഞ വർഷം DC ബുക്സിൻ്റെ സുവർണ ജൂബിലി അവാർഡ് കിട്ടിയ ഒരു ഷംസുദ്ദീൻ കുട്ടോത്തിൻ്റെ ഇരീച്ചാൽ കാപ്പ് എന്നുള്ള നോവലുണ്ട്. ശരിക്കും അവിടെ ആ നോവല് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അയ്യൊരു പ്ലോട്ട് അവിടെ എൻ്റെ നാട്ടിലൊരു പ്ലോട്ടാണ്, പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനം, ഞാൻ നല്ല പലരും പ്രതീക്ഷിക്കാത്തൊരു സാധനം. അതിൽ പറയുന്നത് അവിടെ നമ്മൾ EMS വരുന്നു. പിന്നെ അവിടെ EMS വരുന്നൊരു കാലഘട്ടം, നമ്മളെ അടിയന്തരാവസ്ഥ കാലഘട്ടം. അതിന് മുമ്പുള്ള കൂത്താളി സമരമുണ്ട്, ചത്താലും ചെത്തും കൂത്താളി എന്നുള്ള മുദ്രാവാക്യമായിട്ടുള്ള സമരമൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ മനോഹരമായിട്ട് തന്നെ അത് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ കാലത്തുള്ള എഴുത്തുകാർ ഈ ചരിത്രത്തിൽ നിന്ന് എടുക്കുകയും ചരിത്രത്തിൽ നിന്ന് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ചരിത്രത്തിലുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്, പക്ഷെ അത് ആരും അറിയാത്ത സാധനങ്ങൾ. അത് ചരിത്രത്തിനെടുത്ത് ചരിത്രത്തിന് തന്നെ കൊടുക്കുന്ന രീതിയിലുള്ള എഴുത്താണ് പുതിയ എഴുത്തുകാർ ഉണ്ടാക്കുന്നതെന്നുള്ള. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം പുതിയ കാലത്ത് കോഴിക്കോട് നിന്ന് എഴുതുന്ന അജിജേഷ് പച്ചാട്ട്, പിന്നെ ഇന്ദു മേനോൻ, ഇവരുടെ കഥകളിലോ ഇവരുടെ ഭാഷ ഇവരുടെ കഥകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പങ്ക് വലിയ മാറ്റങ്ങൾ കോഴിക്കോടൻ പോലുള്ള മലബാർ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ ഇവരുടെ കഥകളിലൊക്കെ കൃത്യമായിട്ട് പ്രകടമാണ്. ഈ അജിജേഷ് പച്ചാട്ടിൻ്റെ കഥകൾ, ഇന്ദു മേനോൻ്റെ കഥകൾ, അങ്ങനെ അവരുടെ ഒക്കെ തന്നെ കഥകളിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ അബിൻ ജോസഫിൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്ന കഥയിൽ അവിടെ കണ്ണൂർ മേഖലയിൽ കുറേ കുടിയേറ്റ മേഖലകളുണ്ട്, ഇരിട്ടി ആ മേഖല, അവിടെയുള്ള ജീവിതമാണ് ശരിക്കും അവിടെ പറയുന്നത്. രാമച്ചി അതേ പ്ലോട്ടിൽ തന്നെയാണ് അത് പറഞ്ഞു പോകുന്നത്. പിന്നെ നമുക്കിപ്പോൾ പുതിയ കാലത്തുള്ള ഒരു സാധനം വെച്ചാൽ അതിഥി തൊഴിലാളികളാണ്. എത്രയോ അതിഥി തൊഴിലാളികൾ ഇവിടെ വരുന്നു. അവർ അതിഥി തൊഴിലാളികളാണ്, നമുക്കൊരു വർക്ക് നടക്കാനുള്ള അവസ്ഥയാണ്. ഇപ്പം തന്നെ ഈ യുദ്ധം വന്നതിന് സമയത്ത് കുറേ ആൾ കയറിപ്പോയി, ഹോട്ടൽ പൂട്ടി എന്ന് പറഞ്ഞ്. ഇത് പോയത് അതുകൊണ്ടല്ല, അവിടെ വോട്ട് തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ടും ഇപ്പം അവർ വരാത്തൊരു സാഹചര്യം. അവിടെ വന്നാൽ ചിലപ്പോൾ അവർക്ക് ഇനി അതിർത്തിക്ക് അപ്പുറം പോകേണ്ടിരുന്ന അവസ്ഥയിൽ അവിടെ വീടൊക്കെ ബുൾഡോസർ വെച്ച് വെക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ അതിഥി തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ട് മലയാളത്തിൽ പുതിയ കാലത്തെ അതിഥി തൊഴിലാളികൾ വെച്ച് എഴുതിയ നോവലാണ് ബംഗാളി കലാപം, നമ്മുടെ അമലിൻ്റെ നോവൽ. പിന്നെ തപോമിയുടെ അച്ഛനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു നോവൽ ചെയ്യുന്ന അപരസമുദ്ര എന്ന് പറയുന്ന നോവൽ ചിന്ത പബ്ലിഷ്, അതിൽ ഞാൻ ഈ സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്, അതിഥി തൊഴിലാളികൾ. അത് നമ്മുടെ സൊസൈറ്റിയിൽ വലിയ മാറ്റം, ഒരു വെങ്കല സാഹിത്യമൊക്കെ ഇനി മുന്നോട്ട് വരാൻ പോവുക. ഈ മേഖലയിൽ ഒരു കുട്ടി ഇപ്പോൾ എഴുതാൻ പോവുകയാണെങ്കിൽ മലയാളം ബംഗാളിയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഭാഷയായിരിക്കും വരിക. അല്ലെങ്കിൽ UP എന്നുള്ള ഒരു കുട്ടി വരുമ്പോൾ എഴുതുമ്പോൾ ഭാവിയിലുള്ള ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന കുട്ടികൾ എഴുതി തുടങ്ങിയിട്ടില്ല. നമ്മൾ ജെൻസിയെ പറയുന്നുണ്ട്, ജെൻസി എന്നുള്ള കുട്ടികളുടെ എഴുത്ത് നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പോൾ 90s കിഡിൻ്റെ ഒരു എഴുത്താണ് നമ്മളിപ്പോൾ പുതിയ തലമുറ യുവ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് 90s കിഡാണ്. ഈ ജെൻസിയുടെ ഭാഷ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ കേട്ട് നമ്മൾ ഞെട്ടിപ്പോവും. ഇപ്പോൾ പൂക്കി എന്ന് പറയുന്ന വാക്ക് ഏകദേശം ഫേമസ് ആയി. അതിപ്പോൾ അറിയാമല്ലോ, ഇതിനു മുമ്പ് നല്ല രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ കലോത്സവത്തിന് നമ്മളെ ശിവൻകുട്ടി സഖാവ് പൂക്കി മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പടം ഇട്ടപ്പോൾ നല്ല വേർഡായിരുന്നു. ഇപ്പം അത് മാറി, ഇപ്പം വളരെ മോശപ്പെട്ടൊരു വാക്കിലേക്ക് അധികം വൈകാതെ പൂക്കിത്തരം എന്ന് പറഞ്ഞാൽ, പൂക്കിത്തരം എന്ന് പറഞ്ഞാൽ കൃത്യമായി സതീശനാണെന്നും
അയാൾ എന്ത് ചെയ്യുന്നുള്ള രീതിയിലേക്ക് ആ വാക്ക് അത്രയും മോശമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ജെൻസി കുറേ വാക്കുകൾ നമ്മൾ, ഞാനിപ്പോൾ ജേർണലിസ്റ്റാണ്. അപ്പോൾ ഈ പറഞ്ഞ തൃശ്ശൂർ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ പത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തൃശ്ശൂർ കലോത്സവം മലയാള പത്രഭാഷാ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു കലോത്സവം. എന്താ അറിയോ, ഈ ജെൻസി ഭാഷകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് തന്നെയാണ് എന്നെ ചുമതല എന്നെ വേറൊരാൾ കൂടി ഏൽപ്പിച്ചത്. ഇത് തലക്കെട്ടിടുക ഭാഷ, ജെൻസി ഭാഷയൊക്കെ. ഞാൻ അതിൽപ്പെട്ട ആളല്ലല്ലോ, അപ്പോൾ പെട്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇത് ഉണ്ടാക്കി ഞാൻ മാത്രമല്ല, എല്ലാ പത്രങ്ങളും, മനോരമ, മാതൃഭൂമി, തൃശ്ശൂർ ഇറങ്ങിയ എല്ലാ പത്രങ്ങളിലും എന്താണ്, ജെൻസി ഭാഷയാണ്. ഇവിടെ അറിയാം, ഈ പുതിയ കാലത്ത് ഇനി ഈ ഭാഷയ്ക്ക് പത്രഭാഷ അടക്കം ഇത് മാറുകയാണ്. പുതിയ പുതിയ ഭാഷ മാറുകയാണ്. ഇതൊക്കെ നമ്മുടെ സാഹിത്യ ലോകത്ത് അധികം വൈകാതെ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവരെ കൂടെ ഓടിയേ പറ്റൂ. വായനക്കാരന്, എഴുത്തുകാരന് ഇവരെ കൂടി ഓടിയേ പറ്റും. അല്ലേ നമ്മൾ അപ്ഡേറ്റഡ് ആവില്ല, ഒരിക്കലും ആവില്ല. അപ്പം നമ്മളെ വീട്ടിൽ ചില കുട്ടികൾ ചില വാക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ, ഇല്ലല്ലോ. തന്ത വൈബ് ഇപ്പം എല്ലാവർക്കും അറിയാം. ഒരു 3-4 വർഷം മുമ്പ് എൻ്റെ സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, സ്കൂൾ സ്കോളർഷിപ്പ് മാർക്ക് ലിസ്റ്റ് ഒപ്പിടാൻ മോൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു വാക്ക് പറഞ്ഞേ അച്ഛനാടെ വന്ന് തന്ത വൈബ് എന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാൻ എന്താണ് സാധനം എന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞ് ഈ സ്വഭാവം തന്നെയാണ്, അതങ്ങ് മാറ്റി വെച്ചാൽ നിങ്ങൾ പോകണ്ട, ചേച്ചീനെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം അതെല്ലാവർക്കും അറിയാം. നമ്മളിത് ഡെയിലി കേട്ടോണ്ടിരിക്കുകയാണല്ലോ, ആ സോഷ്യൽ മീഡിയയുടെ ഇടപെടലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്തരം ഭാഷയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന മാറ്റമൊന്നുമല്ല ഭാഷയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ വേറൊരു കാര്യം, വളരെ ശ്രദ്ധേയമായൊരു കാര്യം, നമ്മൾ ഒരു എഴുത്തുകാരൻ, ഇപ്പോൾ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള എഴുത്തുകാരൻ, ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, ഇപ്പം നമുക്കറിയാം, നമ്മളെ ഭരണം പോയതിന് ശേഷം എഴുത്തുകാർ എത്ര പെട്ടെന്നാണ് അവർ മറുകണ്ഠം ചാടുന്ന കുറേ പേരെ നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി ഭയങ്കര വായനക്കാരനാണ്, എൻ്റെ പുസ്തകം വായിച്ചു, എൻ്റെ പുസ്തകം അതിലോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞ രീതിയിൽ പോസ്റ്റോട് പോസ്റ്റ്, ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, അതൊരു മാർക്കറ്റിംഗ് ആണ്, സംഭവം മാർക്കറ്റിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പറയുന്ന എഴുത്തുകാർക്ക് അതിന് മുന്നോട്ട് എഴുതാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു ലെഫ്റ്റിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരന് മുന്നോട്ടൊരു എഴുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിൽ എവിടെയും ലെഫ്റ്റ് ഇപ്പം ഭരണത്തില്ല. നമ്മളിനി മുന്നോട്ട് പോയേ പറ്റും, കുതിച്ചേ പറ്റും, അതിന് ഇന്ധനം ശേഖരിച്ച് പോയേ പറ്റൂ, എന്നാൽ മാത്രമേ മുന്നോട്ടുള്ള കുതിപ്പുള്ളൂ. ഇപ്പം എന്താ അവസ്ഥ, എന്താ എഴുതാൻ പറ്റുമോ? വല്ലാത്ത അവസ്ഥയല്ലേ. ഇപ്പോൾ ഒരു പേരിടണമെങ്കിൽ വലിയ പ്രശ്നമല്ലേ. നമുക്കറിയാം, പല കാര്യങ്ങളും സീത എന്നുള്ള പേര് സിനിമയ്ക്ക് ഇട്ടിട്ട് അത് മാറ്റി, പതുക്കോൻ്റെ ബിക്കിനീൻ്റെ കളർ ഓറഞ്ച് ആയതുകൊണ്ട്, അല്ല സഫ്രോൺ ആയതുകൊണ്ട് അത് മാറ്റി, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചരിത്രത്തിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ, 1937 ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി എന്തൊരു MG ഹാംലെറ്റ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. അത് ഇടക്കാലത്ത് വന്നിരുന്നു സാധനം. അതിലെന്താ പറഞ്ഞത്, ഇന്ത്യയിലുള്ള എല്ലാ ലെഫ്റ്റ് റൈറ്റേഴ്സിനെയും ഒന്ന് നിരീക്ഷിച്ചേക്കണം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവരാണ് പ്രശ്നക്കാർ. നമ്മളതെല്ലാം കഴിഞ്ഞ് പിന്നീട് നമ്മൾ സ്വാതന്ത്ര്യമെല്ലാം കിട്ടി, നമ്മൾ വിചാരിച്ചു നമുക്ക് സ്വാതന്ത്ര്യമെല്ലാം കിട്ടി, വളരെ ഇതായി എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? അടിയന്തരാവസ്ഥ കാലത്തിൽ എന്താ സംഭവിച്ചത്? എല്ലാത്തിനെയും ശരിയാക്കണല്ലേ. എല്ലാവരെയും എത്ര ദിവസം നമുക്കറിയാം, അടിയന്തരാവസ്ഥയുടെ നമ്മൾ 50ാം വാർഷികമാകും ഇപ്പം അടുത്ത് നമ്മൾ ആചരിച്ചു. ആ സമയത്തൊക്കെ നമ്മൾ ഓർക്കേണ്ട കുറേ എഴുത്തുകാരുണ്ട്. വി കെ എൻ നമുക്കറിയുന്ന സറ്റർ. ഇന്ന് വി കെ എനെ പോലൊരു എഴുത്തുകാരുണ്ടോ? ഒക്കെ മോദിനൊക്കെ വലിച്ചു കയറി എന്നേ ഇല്ല, അങ്ങനത്തെ എഴുത്തുകാരനൊന്നും ഇല്ലെന്ന്. ഈ വി കെ ഇല്ല. പിന്നെ കാക്കനാടിൻ്റെ ഒരു കാളിയമർദ്ദനം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. പിന്നെ MP നാരായണപിള്ള സാറിൻ്റെ കഥകൾ, പിന്നെ നമ്മൾ OV വിജയൻ്റെ അരിമ്പാറ എന്ന് പറഞ്ഞ കഥകൾ വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കുറേ പേരൊക്കെ വായിച്ചിട്ടുണ്ടാവും, പഴയ കാലത്തെ കഥകളാണ്. അതുപോലെ തന്നെ CB ശ്രീരാമൻ്റെ മീശ. നമുക്ക് മീശ S ഹരീഷിൻ്റെ മീശ അറിഞ്ഞുകൂടും. കാര്യം എന്നെപ്പോലുള്ള ആളുകൾക്കാണ്. അപ്പോഴാണ് ഞാൻ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇത് കഥകളെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഈ മീശ എന്ന് പറയുന്ന കഥ മുമ്പ് എഴുതിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട്. ഞാൻ ഇന്നിപ്പോൾ ഒരാളോട് സംസാരിച്ചപ്പോൾ ഒന്നുകൂടി ഉറപ്പ് വരുത്തി, ആ മീശ അന്ന് എഴുതിയ അടിയന്തരാവസ്ഥ, നല്ല വായനക്കാരനാണ്, അടിയന്തരാവസ്ഥ കാലത്തുള്ളൊരു കഥയാണ് മീശ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ എന്താണ് അവസ്ഥ? UP ജയരാജൻ്റെ മഞ്ഞ്, നമ്മൾ MTയുടെ മഞ്ഞ നമുക്ക് അറിഞ്ഞൂടും അല്ലേ? പലർക്കും MTയുടെ മഞ്ഞ. UP ജയരാജൻ്റെ മഞ്ഞിൽ അന്ന് ഈ ജനാധിപത്യ ദംശനം ഒരു മഞ്ഞായിട്ട് സങ്കല്പിച്ചിട്ടുള്ളൊരു കഥയാണ് UP ജയരാജൻ്റെ മഞ്ഞ്. അശോകൻ ചെരുവിൻ്റെ ശാന്തസേനൻ്റെ കൂട്ടുകാർ, പിന്നെ രുക്മിണി ചേച്ചി അറിയാമല്ലോ, മരിച്ചുപോയി, കണ്ണൂരുണ്ടായിരുന്ന രുക്മിണി ചേച്ചി അറിയില്ലേ, അവരുടെ രാജ്ഞി എന്ന് പറയുന്നൊരു കഥ വളരെ പ്രസിദ്ധമായൊരു കഥയാണ്. ഇതെല്ലാം ക്രോഡീകരിച്ച് DC ബുക്സ് ഒന്ന് ഇറക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും ആയില്ലെന്ന് തോന്നുന്നു. വളരെ മനോഹരമായ കഥയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നുള്ളൊരു പോക്കാണ് ഇപ്പം നിലവിൽ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ ഗൗരി ലങ്കേഷിനെ കൊല്ലുന്നു, MM കലബുർഗി, ഗോവിന്ദ് പൻസാരൊക്കെ കൊല്ലുന്നു. പുരോഗമനപരമായിട്ടുള്ള എല്ലാ എഴുത്തുകാരും തട്ടിക്കളയാണ് ഈ കാലഘട്ടത്തിലാണ്. ആ സമയത്ത് തന്നെയാണ് ഇവിടെ കുറേ ആളുകൾ മീശയ്ക്കെതിരെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തത്. ഒന്നുമില്ല, മീശയിൽ നോക്കുമ്പോൾ ചെറുതായിട്ടേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല, അങ്ങനെ വിവാദമാക്കാനൊന്നുമില്ല. പണ്ട് നിർമ്മാല്യം പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയ കാലത്ത് ആണെങ്കിൽ ആ കാലഘട്ടം അല്ല ഇതെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. മീശയിൽ എന്താ ചെറിയൊരു പ്രയോഗം മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പം അതിന് തൊട്ട് മുമ്പ്
നമ്മൾ വിചാരിക്കും ഭൂരിപക്ഷ തീവ്രവാദികൾ മാത്രമാണ് ഈ പ്രശ്നം എന്ന് വർഗീയതല്ല. ന്യൂനപക്ഷത്തിലുണ്ട് പ്രശ്നം. അതിലാണ് പിന്നെ പടച്ചോന്റെ ചിത്ര പ്രശ്നം. ജിംഷാറിന്റെ കഥയിൽ പടച്ചോൻ എന്നുള്ള വാക്കൊക്കെ ഭയങ്കര വിവാദമായില്ല. അപ്പോൾ ഈ എങ്ങോട്ടാണ് പോകുന്നുള്ളൊരു ഐഡിയ ഇല്ല. ഈ കാലഘട്ടത്തിൽ ഒരു എഴുത്തുകാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്ത് എഴുതും, എങ്ങനെ ധൈര്യം വേണം. കുറച്ച് എഴുതാം, കഥകൾ എഴുതാം. നമ്മളിപ്പോൾ നിരന്തരം കഥകൾ വായിക്കുന്നുണ്ട്. പല കഥകളും വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, സാധാരണ കഥകളാണ് എന്നാർക്ക് എഴുതി പോവാം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഒരു സാഹിത്യ സൃഷ്ടി മുന്നോട്ട് പോകാമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തെ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്ത് പോകണം. അത് പൊളിറ്റിക്സ് ആയാലും ആ കാലഘട്ടത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെയൊക്കെ തന്നെ ആ രീതിയിൽ തന്നെ പോകണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വേറൊരു സാധനം നമ്മൾ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടു, ഇതുവരെ ഇല്ലാത്ത ഒരു സാധനം, പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. നമ്മൾ ഒരു അഞ്ച് കൊല്ലത്തിനിടയിൽ കേട്ടൊരു വേർഡാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. കഥയിലും സാഹിത്യത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വേണോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ രണ്ട് വശമുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുക, അല്ലെങ്കിൽ വംശീയമായിട്ട് ആക്ഷേപിക്കുക, സാംസ്കാരികമായി ആക്ഷേപിക്കുക, ആ തരത്തിലുള്ളൊന്നും പാടില്ല. പൊളിറ്റിക്കലി കറക്റ്റ്നസ് കൊണ്ട് സാധാരണഗതിയിൽ ഏറ്റവും നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ അത്തരത്തിൽ സാഹിത്യ സൃഷ്ടി വേണോ വേണ്ടിയുള്ളതിലേക്ക് മലയാളത്തിലടക്കം ചർച്ചയുണ്ടായി. ഇത് ലോകത്ത് എമ്പാടുള്ള ചർച്ചയാണ്. പക്ഷേ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് യു എസ് കോടതിയാണ്. ആദ്യമായിട്ട് 1700 അത് വർഷത്തിലാണ് ആദ്യമായിട്ട് ഈ വേർഡ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ റഷ്യൻ വിപ്ലവത്തിലായിട്ട് 1917 മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പദാവലിയിലാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നുള്ള വേർഡ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. അത് അവിടെയുള്ള പാർട്ടി നയങ്ങൾ അങ്ങനെയാണ് പാർട്ടി നയങ്ങൾ പൊതുജനങ്ങളെ പരിചയപ്പെടുന്ന ആയിലാണ് ടേമായിട്ടാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വാക്ക് നമ്മൾ അങ്ങനെ കേൾക്കുന്നില്ല. പിന്നെ നമുക്കിവിടെ അങ്ങനെ ചർച്ചകളൊന്നുമില്ല. പിന്നീട് ഇപ്പം അടുത്ത അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇത് റിവ്യൂ എന്ന് പറയുന്ന ഒരു മാഗസിൻസാണ് പിന്നെ ഇതിനെപ്പറ്റി ലിറ്ററേച്ചറിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എത്രത്തോളം എന്നുള്ള സാധനം വരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു 2019 വരുന്നത്. അതിനുശേഷമാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഉള്ള വേർഡ് ഇവിടെ വരുന്നത്. പക്ഷെ ശരിക്കും നമ്മുടെ അഭിപ്രായത്തിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഓരോ കഥാപാത്രത്തിൽ സാഹിത്യത്തിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആക്കാൻ പറ്റൂല. അത് ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം? പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക്. പക്ഷേ ഇതല്ല ശരിക്കും ഇവിടെ നടക്കുന്ന ഒരു ചർച്ച. ഇപ്പോൾ ഞാൻ ഭോഗവധം എന്ന് പറഞ്ഞൊരു കഥ എഴുതി. അപ്പോൾ DC ബുക്സ് പുസ്തകമൊക്കെ ഇറങ്ങി. അതിൽ നമ്മളെല്ലാവരും സ്ത്രീകൾ പൊതുവേ അനുഭവിക്കുന്ന ഒരു സാധനമാണ് അടിവസ്ത്രങ്ങൾ മോഷ്ടിക്കുന്ന ഒരു സാധനം. ഒരു കഥ, കേന്ദ്ര കഥാപാത്രം റജി എന്ന കഥ അടിവസ്ത്രങ്ങൾ മോഷ്ടിക്കുന്ന ഒരാളാണ്. ഇയാളുടെ സ്ഥിരം പരിപാടി ഇതാണ്. അപ്പോൾ അതാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പോൾ ആ കഥാപാത്രം കുറുതായി എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ, കുറുതായി. പക്ഷേ ഇത് വായിച്ച ഒരു റിവ്യൂ ചെയ്ത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ ആണല്ലോ, ഒരു ചങ്ങാതി ഇന്നൊരു ഇരുണ്ട എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. കുറുതായി ഇരുണ്ട എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ കുറുതായ ആളും ഇരുണ്ട ആളും എന്താണ് ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകളാണെന്നുള്ളൊരു ഉണ്ടാവും. ശരിയാണ്. പക്ഷേ അങ്ങനെ ഞാൻ വാക്ക് എഴുതിയിട്ടില്ല. പക്ഷേ കുറുതായി എന്ന് വായിക്കുമ്പോഴേക്കും അടുത്ത വാചകം അയാൾ തന്നെ വായിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. അത് ഞാൻ മറുപടി എല്ലാം കൊടുത്തിരുന്നു. കുറേ റിവ്യൂസ് വരുന്നുണ്ട് ആ കഥയ്ക്ക്. എന്താണെന്ന് വെച്ചാൽ പല സ്ത്രീകൾക്കുണ്ടാകുന്ന അനുഭവമാണിത്. അപ്പോൾ ഇത് എഴുതിയ സമയത്ത് എഴുത്തുകാരായ പലരും പറഞ്ഞു ഇത് എങ്ങനെ എഴുതും എന്നുള്ള പേടിച്ച് ഞാൻ എഴുതാണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് ഒരു എഴുത്തുകാർ പറഞ്ഞത് അവരിങ്ങനെ BEd പഠിപ്പിക്കുന്ന സമയത്ത്, ഇടുക്കി പഠിപ്പിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ഓരോ മാസം കൂടുതൽ പൈസയ്ക്ക് ആവശ്യപ്പെടണം. എന്താ കാര്യം വെച്ചാൽ ഇന്നറൊക്കെ പോയിണ്ടാവും, മോഷണം പോകുക ഓരോ മാസം, എന്ത് ചെയ്യാൻ പറ്റൂ? അപ്പോൾ ഈ ഒരു സാഹചര്യം. പിന്നെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഇങ്ങനത്തെ ഓരോ ആളുണ്ടാവും. പക്ഷേ ഞാനീ പറഞ്ഞത് ഇത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾ ഇരുണ്ടാന്ന് എനിക്ക് എഴുതി കൂടെ പോകും. തെറ്റാണത്, ശരിയല്ലേ? നമ്മളിപ്പോൾ കറുത്ത ആളാണ് കള്ളൻ, അല്ലെ കുറുതായ ആളാണ് കള്ളൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ശരിയാണ്. പക്ഷേ അയാൾ തെറ്റായി വായിച്ചു ഇതിട്ടു. ഞാനങ്ങനെ എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ ചൈനീസ് മഞ്ഞ എന്നൊരു കഥ എഴുതിയപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. ആ കഥയിൽ ഇറച്ചി വെട്ടുകാരൻ അന്ത്രു എന്ന് പറഞ്ഞാൽ ഞാൻ കഥ എഴുതി. കഥയിലെ വില്ലനാണ് ഇയാൾ. കഥ എഴുതി പോകുമ്പോൾ നമ്മുടെ പരിസരത്തുള്ള ഇറച്ചി വെട്ടുകാരൊക്കെ അന്ത്രു, മൊയ്തി എന്നൊക്കെ പറഞ്ഞ പേരുള്ള ആൾക്കാരല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ നമ്മൾ പോകുന്നത്. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഇത് ശരിയല്ലല്ലോ, ഇത് വലിയ പ്രശ്നമാവുമല്ലോ. എന്നുവെച്ചാൽ മോശമല്ലോ, ഒരു സൊസൈറ്റിനെ മുഴുവൻ പൊളിറ്റിക്കലി കറക്റ്റ്നസിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്. ഇത് ശരിയല്ലല്ലോ, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇത് ഞാൻ ഈ അന്ത്രുവിനെ ചന്ദ്രുവാക്കി അതൊരു വേറൊരു തലത്തിലേക്ക് മാറ്റേണ്ടി വന്നു. അത് ആ എഡിറ്റിംഗ് ഡെസ്കിലാണ് എനിക്കിത് ഓടുന്നത്. ഇത് ശരിയല്ല, ഞാൻ എഴുതുന്നത് തെറ്റാണ് എന്നുള്ളത്. അപ്പോൾ അത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നമ്മൾ എഴുത്തുകാർ കീപ്പ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മൾ കഥകളിൽ നിന്ന് അങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ എല്ലാ എഴുത്തുകാരും ശ്രദ്ധിക്കുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ശ്രദ്ധിക്കുക. അവർ പറയുക ഞാനത് നോക്കുന്നില്ല, എഴുതി വിടുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ശരിയല്ല, സത്യമല്ല. അത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറ്റില്ല. പിന്നെ ഇരുണ്ടാന്നുള്ള സാധനം ചിലപ്പോൾ ഞാൻ എഴുതിയാൽ എൻ്റെ നമ്മുടെ ഒരു ബോധം ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോവുമല്ലോ. പക്ഷേ എഴുതിയിട്ടില്ല ഞാൻ. പക്ഷേ ആ വായനക്കാരൻ അത് വായിച്ചു, ഇല്ലാത്ത സാധനം വായിച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു സാധനം ശ്രദ്ധിക്കേണ്ടത്,
നമ്മളിപ്പം പിന്നെ ഇത് കേരള സ്റ്റോറി എന്നുള്ള പ്രൊപ്പഗണ്ട സിനിമാസ് വന്നു തുടങ്ങി. ഓരോ പ്രൊപ്പഗണ്ടയാണ്. കേരള സ്റ്റോറി വന്നു, 1 വന്നു, 2 പിന്നെ ആരും കണ്ടില്ല, തിയേറ്ററിലെത്തി ജസ്റ്റ് മിസ്സായി, ആരും കണ്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചറിൽ ഈ സാധനം വരും. പിന്നെ ഏത് ഈ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രൊപ്പഗണ്ട എന്താ പറയുക, ഹിന്ദുത്വ അജണ്ടയോട് കൂടിയ സാധനങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് അധികം വൈകുന്നില്ല. മാത്രമല്ല ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, പിന്നെ നമ്മൾ പിന്നെ ഒരു ഇവിടെയുള്ള BJPയോ അല്ലെ RSSO ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിയ തീരുന്ന പുരോഗമന സാംസ്കാരിക ഉന്നമനം മാത്രമേ കേരളത്തിനുണ്ടാവും. ഒട്ടുമിക്ക ആൾക്കാരും പോവും. ഒരു വേദി കിട്ടിയാൽ പോകുന്ന പോയി. അതിൽ പലരുടെയും പേര് വന്നല്ലോ. അതല്ല ഞാൻ പറഞ്ഞ, പൊതുവിൽ അവർ നടത്തട്ടെ. അവർ നടത്തി നമ്മൾ പലരും പോകും. നമ്മൾ കാണുന്ന മുഖംമൂടികൾ പലതും അഴിഞ്ഞു പോകും ഈ കാലഘട്ടത്തിൽ. അത് ഞാൻ പറഞ്ഞത്, ഒരു എഴുത്തുകാരനായിരിക്കുക എന്ന് പറയുന്നത്, ലെഫ്റ്റിലൊരു എഴുത്തുകാരനായിരിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാലത്താണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. പിന്നെ നേരത്തെ ഇത് മാധവിക്കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ, മാധവിക്കുട്ടിയാണ് നമ്മുടെ എന്താ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അതെന്താന്ന് പോലും 47 ആളുകൾക്ക് അറിഞ്ഞൂടാ. ആർക്കറിയോ? ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ നവംസുഖെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ നാട്ടിലൊരു ബാബു ഉണ്ട്, അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ പാടില്ല. ഇപ്പോഴും അദ്ദേഹത്തെ പെണ്ണ് ബാബു എന്ന് നാട്ടുകാർ വിളിക്കുക. അദ്ദേഹത്തെ സ്ത്രൈണത്തിലുള്ളൊരു മനുഷ്യനാണ്. ഞാനും വിളിച്ചിട്ടുണ്ട് പണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അയാൾ പെണ്ണ് ബാബു പോയാ പെണ്ണ് ബാബു ഇപ്പം അതുവഴി പോകുന്നുണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെയാണെന്ന വിഷയം ഇപ്പം എനിക്കറിയാം തെറ്റാണ്. 100 പ്രാവശ്യം അയാളെ കാണുമ്പോൾ ഞാൻ സോറി പറയുള്ളൂ. എന്ന് വെച്ചാൽ അത്രയും പ്രാവശ്യം അത് അങ്ങനെയാണ്. അപ്പോൾ ആ ഈ ഒരു സൊസൈറ്റിയിൽ നിന്നിട്ടാണ് അന്ന് പിന്നെ സ്ത്രീ എന്ന് പറയുന്ന കഥ എഴുതുന്നു, പിന്നെ ചന്ദനമരങ്ങൾ എഴുതുന്നതൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ മനസ്സിൻ്റെ ആഴം, അവരുടെ ചിന്തകൾ, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് പിന്നെ വായനക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എഴുതിയ സ്ത്രീയാണ് ശരിക്കും പിന്നെ കമല സുരയ്യ എന്ന് പറയാം. അവർ സ്നേഹത്തെക്കുറിച്ച് പറയാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അവരുടെ മരണം വരെ സ്നേഹത്തെക്കുറിച്ച് മാത്രം പറഞ്ഞൊരു സ്ത്രീയാണ്. അത്തരത്തിലുള്ള കുറേ എഴുത്തുകാർ നമുക്കിടയിലേക്ക് വരുന്നുണ്ട്. അവർ അത്തരത്തിലുള്ള എഴുത്തിലേക്ക്, തുറന്ന എഴുത്തിലേക്ക് ആരും വന്നിട്ടില്ല എന്നുള്ള. തുറന്ന എഴുത്ത് ശരിയാണോ എന്ന് വെച്ചാൽ, നമ്മളിപ്പം കമല സുരയ്യ എഴുതിയുകൊണ്ട് നമ്മൾ തുറന്ന എഴുത്ത് അംഗീകരിച്ചില്ല. മറ്റേ ലൈംഗിക തൊഴിലാളി നളിനി ജമീലിന് എത്ര പേര് അംഗീകരിച്ചു? പുസ്തകം ഇറങ്ങി, കുറച്ച് പതിപ്പൊക്കെയായി, എത്ര പേര് അംഗീകരിച്ചു? ഈ പ്രിവിലേജിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എഴുതുന്ന ആരാണെന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും എഴുതിയാലും ചിലപ്പോൾ അത് ഉൾക്കൊണ്ടോളണമെന്നില്ല. പിന്നെ പുതിയ കാലത്തുള്ള ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൾപ്പ് ഫിക്ഷൻസ്. നമ്മളിപ്പോൾ അഖിൽ P. ധർമ്മജൻ്റെ മറ്റേ റാം കെയർ ഓഫ് ആനന്ദൊക്കെ എത്ര കോപ്പികൾ വിറ്റഴിഞ്ഞു. ആ പൾപ്പ് ഫിക്ഷനിൽ പെട്ടതാണ്. പിന്നെ അങ്ങനെ പുതിയ കുറേ സാധനങ്ങൾ, അങ്ങനെ എഴുത്ത് 2 ധാരയിലേക്ക്, പുതിയ കാലത്ത് എഴുതുന്ന 2 ധാരകളുണ്ട്. പൾപ്പ് ഫിക്ഷൻ ഒന്ന്, അല്ലാതെ നമ്മൾ നേരത്തെ കണ്ടംപററി ആയിട്ട് വന്നൊരു കണ്ടംപററിലാണ് ഞാൻ ഈ പറഞ്ഞ ഭാഷ കൊണ്ടൊക്കെ, അല്ലാതെ പുതിയ ഭാഷകൾ ഉപയോഗിക്കുന്നത്. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ ഭാഷയിൽ പ്രാദേശിക തലത്തിലുള്ള ഭാഷകൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ സ്ത്രീകളുടെ രചനകൾ തന്നെ പലപ്പോഴും പിന്നെ എഴുതുന്ന സമയത്തും വായിക്കുന്ന സമയത്തും നമുക്ക് പുരുഷന്മാർക്ക് എഴുതാനൊക്കെ പറ്റും. സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എഴുത്തുകാരൊക്കെ പുരുഷന്മാരൊക്കെ ഉണ്ട്. എന്നാൽ അത്രത്തോളം ആവില്ല. ഈ പെണ്ണെഴുത്തിനെ ഞാൻ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ത്രീകളെ പോലെ മനോഹരമായിട്ട് മറ്റൊരാൾക്ക് എഴുതാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞു, പിന്നെ പാർട്ട്ണർ, ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം തന്നെ ആളുകൾ പറയുക, എൻ്റെ ഫാമിലിയൊക്കെ കോഴിക്കോടാണ്. അപ്പോൾ ഞാൻ അതിലൊരു കുറ്റവാളിയും കൂടി. ഞാൻ അവിടെ അല്ല, മക്കളെ നോക്കുന്നത് എൻ്റെ വൈഫിന് ജോലിയൊന്നുമില്ല, വൈഫാണ്. അവളെത്ര ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം. ചെറിയ മക്കൾ, അവരെ വളർത്തിയെടുക്കാനൊക്കെ ഭയങ്കര പാടല്ലേ. അപ്പോൾ ചില ആളുകൾ പറയും ഞാൻ എൻ്റെ ഭാര്യയെ സഹായിക്കുന്നുണ്ടെന്ന്. എന്നാണ് ഭർത്താവ് സഹായിച്ചു തുടങ്ങുക? അല്ല, ഭാര്യ എന്നാണ് ഭർത്താവിനെ സഹായിച്ചു തുടങ്ങുക? സഹായിക്കൽ മാത്രമേ ഇപ്പോഴുള്ളൂ, അതിപ്പോൾ ആയിട്ടില്ല. ഇപ്പോഴും പ്രധാനപ്പെട്ട പണിയും അജണ്ടയൊക്കെ നിശ്ചയിക്കുന്നൊക്കെ ആരാണ്? ഇത്തരം ബുദ്ധിമുട്ട പണിയുള്ള സ്ത്രീകളാണ്. സഹായിക്കൽ മാത്രമേ, നമ്മൾ പറയും ഈ പാട്ടനൊക്കെ വിളിക്കുന്നത് ശരി കള്ളമാണ്. അവരൊക്കെ പറയുന്നത് സഹായിക്കൽ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാണ് അവർ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നത്? ബുദ്ധിമുട്ടായി എനിക്ക് തോന്നുന്നില്ല. അതേ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു പിന്നെ ഏറ്റെടുക്കലുകളൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പം ജോലീൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും പിന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ സ്ത്രീകളും, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഇല്ലാണ്ട് ഒരു കുടുംബം വരെയൊക്കെ മുന്നോട്ട് പോകില്ല ഈ സാഹചര്യത്തിൽ. നമ്മൾ അതെന്താ, പണ്ട് അങ്ങനെയല്ലേ? പണ്ട് അത്തനോട്ടല്ലല്ലോ. ഇപ്പോൾ മാസത്തിൽ മൊബൈൽ ചാർജ് ചെയ്യണത്ര രൂപയാണ് ഉണ്ടാക്കി ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ 2 പേരും ജോലിക്ക് പോകേണ്ട സാഹചര്യത്തിലും കുട്ടികളെ സ്കൂളിൽ വിടലും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാണ്? സ്ത്രീകളാണ്. ഞാൻ പിന്നെ ഇടയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ കാണാം. ഞാനൊരു 10 വർഷമായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട്, പക്ഷേ ഇവിടെ സ്ഥിര താമസമല്ല, മാസത്തിൽ നാട്ടിൽ പോകും. അപ്പം ട്രെയിനിൽ കാണുന്ന ഒരു ചിത്രമുണ്ട്. രാവിലെ വരുന്ന സമയത്ത് മലബാറിലൊക്കെയാണ് വരിക, അല്ലെ മാവേലിക്കല്ല, മലബാർ 8:30 ഇവിടെ എത്തുന്ന ട്രെയിനൊക്കെ വരുന്ന സമയത്ത് കുറേ സ്ത്രീകൾ കിടന്നുറങ്ങുന്നുണ്ടാവും. എന്നുവെച്ചാൽ അവർ ജോലി സ്ഥലത്ത് പോവുകയാണ്. ചില സമയത്ത് വൈകിട്ടൊക്കെ ആ വഴിക്ക് പോകുമ്പോൾ കുറേ സ്ത്രീകളുണ്ടാവും പച്ചക്കറിയൊക്കെ നുറുക്കിയിടുന്നു. വീട്ടിൽ പോയിട്ട് തല ചരിക്കാൻ സമയം ഉണ്ടാവില്ല.
അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി എന്നാണ് സ്ത്രീകളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നതൊക്കെ വലിയൊരു ചോദ്യമാണ്. അതിൽ സാഹിത്യത്തിൽ അങ്ങനത്തെ എഴുത്തൊന്നും വന്നിട്ടില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ അത്തരം എഴുത്തുകൾ വന്നിട്ടുള്ളൂ. മാത്രമല്ല നമ്മളിപ്പോൾ ഇപ്പോൾ പറയുന്നു, ഇപ്പം സിൻ എന്ന നോവൽ കസാക്കിസ്ഥാനിലെ കഥയാണ്, കലാച്ചി മറ്റേ അവിടെ തന്നെയുള്ള ക്യാർമീരയുടെ പുതിയ നോവൽ, ഇതൊക്കെ പറയുന്നു. ശരിക്കും അവിടെയുള്ള ജീവിതങ്ങൾ വളരെ കഷ്ടമാണ്. അതൊക്കെ ശരിക്കും നമ്മൾ സാഹിത്യത്തിലൂടെ കൊണ്ടുവരേണ്ട സാധനം തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. കാര്യം ഇപ്പം താലിബാൻ നമ്മൾ പറഞ്ഞു, അഫ്ഗാനിസ്ഥാൻ്റെ ഒരു അവസ്ഥ നോക്കുക. അവിടെ റഷ്യ സഹായിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെയുള്ള ഞാനൊരു കഥയ്ക്ക് വേണ്ടി ഒരു പോരുകിളി എന്നൊരു കഥ എഴുതിയിരുന്നു. അതിന് വേണ്ടി ഞാനിത് റിസർച്ച് ചെയ്തിരുന്നു. അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അവിടെ 1970 കാലഘട്ടം വരെ അന്ന് റഷ്യേൻ്റെ സപ്പോർട്ടുണ്ട്. അന്നൊക്കെ സ്ത്രീകൾ അവിടെ ബിക്കിനിക്ക് ധരിച്ചു വന്ന സ്ത്രീകളും അവിടെ കോളേജ് അധ്യാപകർ ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇന്നെന്താ അവസ്ഥ? ഇന്ന് 9 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കണം പുതിയ ഉത്തരവ് ഇറങ്ങി. അവിടെ 9 വയസ്സ് കല്യാണം കഴിക്കണം. പണ്ട് നമ്മളിവിടെയൊക്കെ ഉണ്ട് അല്ലേ, വളരെ പണ്ട് വെച്ചാൽ 60-70 വർഷം മുമ്പൊക്കെ ആയി ആ സംഭവം. എൻ്റെ അമ്മയുടെ കല്യാണം 9-ാം വയസ്സിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് അമ്മ പറഞ്ഞതായിട്ട് ഓർമ്മയാണ്. നമുക്ക് മരിച്ചുപോയി. എന്നിട്ട് അവരെ എന്നിട്ട് അച്ഛൻ അന്ന് 25 വയസ്സാണ് അത്രേ, ഇവർക്ക് 9 വയസ്സ്. അപ്പോൾ 16 വയസ്സിൻ്റെ ഡിഫറൻസ് ആണ്. അച്ഛൻ മൂരി കച്ചവടമാണ്. മൂരി കച്ചവടത്തിനങ്ങ് പോകും. അപ്പോൾ ഭാര്യ എവിടെയെന്ന് വെച്ചാൽ ഭാര്യ എന്നല്ല, അവിടെ ചെറിയ കുട്ടികളുണ്ട്, അവിടെ നിന്ന് പന്തലായിട്ട് കളിക്കാൻ അമ്മമ്മേൻ്റെ പരിപാടി. അമ്മമ്മനോട് ഞാനിങ്ങനെ ചോദിക്കാൻ ഓരോ കാര്യം, പഴയ കാര്യങ്ങൾ. അപ്പോൾ പറയാം, എനിക്ക് അറിഞ്ഞൂടെ മോനെ, ഞാൻ അവിടെ നിന്ന് കളിക്കാൻ, കല്യാണം കഴിഞ്ഞ് ഇടയ്ക്ക് അമ്മ എന്തെങ്കിലും കൊണ്ടുത്തരൂ, എന്നിട്ട് ഞാൻ ഭക്ഷണം എല്ലാം കഴിക്കും, പിന്നെ ഞാൻ കളി ചെയ്യുന്നു. പിന്നെ ഏതോ സമയത്തൊക്കെയാണ് അച്ഛനൊക്കെ എൻ്റെ അടുത്ത് താമസിക്കാനൊക്കെ തുടങ്ങിയത്, മക്കളൊക്കെ ആയി കുറേ കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടം ഞാൻ ഇപ്പോൾ താലിബാനിലെ അവസ്ഥ ഏതാണ്, ലോകം എത്ര പെട്ടെന്ന് കീഴ്മേൽ മറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, ഇത്രയും പ്രോഗ്രസീവായ ഒരു സൊസൈറ്റി ആയിരുന്നു അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നത്. അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇവിടുന്ന് പോയി പഠിക്കുന്ന ആൾ ഇപ്പോൾ പോകാൻ പറ്റുമോ? പിന്നെ അവിടെ പുതിയൊരു നിയമമുണ്ട്, നമ്മൾ നോക്കിയാൽ അറിയാം. അവിടെ ഇപ്പം എന്താ വെച്ചാൽ, ഇപ്പോൾ സ്ത്രീ ഭർത്തൃപീഡനത്തിന് ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കണമെങ്കിൽ ഈ അടിക്കുന്ന ഭർത്താവിനെ കൂട്ടി പോകണം. ഒരു പുരുഷനൊപ്പം മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ. അപ്പോൾ പരാതി കൊടുക്കാൻ കൃത്യമായിട്ട് ആരോടി പോകണോ? ഭർത്താവിന് തന്നെ കൂട്ടി പോയിട്ട് പറയണം, ഇയാൾ എന്നെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ശിക്ഷ കിട്ടുക? ഉസ്താദാണെങ്കിൽ ഇനി അങ്ങനെ ചെയ്യരുത്, തെറ്റാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും പത്രത്തിലൊക്കെ. പക്ഷേ കുറച്ചുകൂടി തൊഴിലാളിയൊക്കെ ആണെങ്കിൽ അവരോട് എന്തോ 2 ആഴ്ച എന്തോ പണിഷ്മെൻറ്റോ, അത്രയേ ഉള്ളൂ. എന്തും ചെയ്യാം, ഒരു സ്ത്രീനെ എന്തും ചെയ്യാം. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി. നമ്മുടെ സൊസൈറ്റി വളരെ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ സംഘപരിവാറിനെ ശക്തിപ്പെടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വന്നുകൂടാന്നില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു ഉത്തരവ് വന്നു, അത് പോസിറ്റീവാണ്. സ്കൂളിൽ ആർത്തവത്തിന് കുട്ടികൾക്ക് 3 ദിവസം ലീവ് കൊടുക്കുന്നത്. ഇതിങ്ങനെ പോയി ചിലപ്പോൾ കുറേ ഘട്ടം കഴിഞ്ഞാൽ ആർത്തവായ സ്കൂൾ കയറണമെന്നുള്ള ഇത് ചിലപ്പോൾ വന്നുകൂടാന്നുണ്ടോ? എന്തുറപ്പ് നമുക്കില്ലാന്ന്. ആർത്തവായ സ്കൂൾ നിർബന്ധിത അവധിയാണ്, വരരുത്. എന്താ കാരണം? കുറേ കാലം കഴിഞ്ഞാലും ചിത്രം മാറും. അപ്പോൾ ഇപ്പോൾ ഒന്നല്ല ഞാൻ പറയുന്നത്, ഇതിങ്ങനെ പോകാണ്ട് 50 കൊല്ലം കഴിയുമ്പോൾ എന്ത് പറയും? ചിലപ്പോൾ ആർത്തവായ സ്കൂൾ കയറാൻ പാടില്ല, എത്തി താലിബാനിസത്തിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ എത്ര പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ മുറുകെ പിടിച്ചില്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് മുന്നോട്ടുള്ള കാര്യം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് താലിബാൻ്റെ ഈ കാര്യം പറഞ്ഞത്. പിന്നെ ലോകത്തെ എല്ലായിടത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് തന്നെയല്ലേ. ഇപ്പോൾ യുദ്ധത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകൾ. നമ്മളിപ്പോൾ ഗാസയെ കണ്ടു, ഗാസയിലൊക്കെ കൊന്നുകളയല്ലേ, സ്ത്രീകളെയും കുട്ടികളെയും തന്നെയാണ് നോക്കുന്നത്, വംശഹത്യ എന്നുള്ള എനിക്ക്. ഇപ്പോൾ ഇറാനിൽ ആക്രമിച്ചു അമേരിക്ക. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു മിനാവിൽ സ്കൂളിലേക്കാണ് റോക്കറ്റ് വിട്ടത്. എന്തിനാ? പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് തീർത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ത്രീകൾ എല്ലായിടത്തിലും പ്രശ്നം. സ്ത്രീകൾ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഒരു സൊസൈറ്റിക്കും ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിഷയത്തിൽ നിന്നൊക്കെ തെന്നി മാറി മാധവിക്കുട്ടി ആയതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പുതിയ കാല കഥകളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള ഭാഷയിലുള്ള അതിൻ്റെ ഒരു മാറ്റം, പിന്നെ അതിൻ്റെ നിരീക്ഷണം, പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ട ഓരോ കഥകളും. പിന്നെ ഈ സാധനം ലിംഗരാഷ്ട്രീയം പറയുന്നു, അത് പ്രത്യേകിച്ച് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന കഥകൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു വലിയ ഒരു പ്രത്യേകതയാണ്. പിന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കുറേ കഥകൾ ഉണ്ടാകുന്നുള്ളതാണ്. പിന്നെ ഈ എൻ്റെ മുമ്പിലത്തെ വെച്ചാൽ ഇ.കെ. ഷീബയുടെ ഒരു കഥ ദേശാഭിമാനി വാരികയിൽ വന്നിട്ടുണ്ട്, പ്രണയമഹൽ. ഷീബയുടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരു ഹിന്ദു മുസ്ലിമായിട്ടുള്ള 2 പ്രണയിതാക്കൾ താജ്മഹൽ കാണാൻ പോകുന്നതും അവർ തിരിച്ച്, വളരെ ചെറിയ കഥയാണ്, ഒന്നും പറയുന്നില്ലല്ലോ. പക്ഷെ അത് വായിക്കാൻ നമുക്ക് ഉണ്ടാകുന്നൊരു ഭീതി ഉണ്ടല്ലോ. ആ ഭീതി എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കിയ ഭീതിയാണ്. ഇന്ത്യയിൽ ഇങ്ങനെ 2 പേർക്ക് സ്നേഹിച്ചിട്ട് മുസ്ലിം ഹിന്ദു ഒരാൾക്ക് ആ താജ്മഹൽ സന്ദർശിക്കാൻ പോകാൻ പറ്റുമോ എന്നുള്ള പേടി എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്താ ഈ കഥയിൽ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത്? പക്ഷേ നമ്മുടെ സൊസൈറ്റിയാണ്. അപ്പോൾ ഈ സൊസൈറ്റി എന്നുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കഥകളിലായാലും കവിതകളിലായൊക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ദളിത് രാഷ്ട്രീയം കൃത്യമായിട്ട് നമ്മുടെ കഥകളിലൊക്കെ ആയിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് എഴുതാനുണ്ട് ദളിത് മേഖല എന്നുള്ള എഴുത്തുകാർ. കവിതകളിൽ വന്നിട്ടുണ്ട് നേരത്തെ. അശോകൻ മറയൂരിൻ്റെ കവിതകളിലും മറ്റേ സുകുമാരൻ ചാലിക്കത്തയുടെ കവിതകളിലൊക്കെ നേരത്തെ ഉണ്ടെങ്കിലും കഥകളിലും നോവലുകളും ഈ നാരായണം സി അയ്യപ്പനല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല, കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതും ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഈ നമ്മുടെ കാവ്യ അയ്യപ്പൻ്റെ കഥകൾ അതൊരു കാറ്റഗറൈസ് ചെയ്യല്ല കേട്ടോ, കാറ്റഗറൈസ് ചെയ്യല്ല. അവരവരുടെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നുള്ളൂ. ഒരിക്കലും എഴുത്തുകാർ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് അവർ പല സാധനങ്ങളും ഇങ്ങനെ
എഴുതി പോകുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി. അപ്പോൾ ഞാൻ ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനൊരു പ്രഭാഷണം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയിട്ടോ. എന്താ പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് എന്താണ് പ്രഭാഷണം നടത്തുക, എല്ലാവരും എനിക്കറിയാം ഇതിൽ വരുന്ന ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് നല്ല നോളജുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം. മണ്ടത്തരം പറയുക എന്നുള്ള പേടി എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കെൻ്റെ എക്സ്പീരിയൻസ് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വായിക്കുന്ന കഥകൾ, എൻ്റെ സൊസൈറ്റി, ഞാൻ കാണുന്ന ചിത്രങ്ങൾ ഒക്കെയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. നമ്മൾ പ്രോഗ്രസീവായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരിക്കലും ഈ സാഹിത്യമൊന്നും ഇങ്ങനെ നിൽക്കൂല. ഇന്നത് മാത്രമേ എഴുതാവൂ, ഇന്ന പേരുകൾ മാത്രമേ ഇനിയിപ്പോൾ ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യായിരിക്കും. ഈ പേരുകൾ മാത്രമേ കഥകളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്നും പറയാൻ പറ്റില്ല. ഈ ഒരു ഘട്ടത്തിലേക്കൊക്കെ നമ്മൾ മാറിക്കൊണ്ട് ഇപ്പം തന്നെ ബംഗാളിൽ പിന്നെ പശുവിൻ്റെ സഹോദരിയാണ് ആട്, അതുകൊണ്ട് ആടിനെ കൊല്ലരുതെന്ന് വരെ പറഞ്ഞു. നമുക്കെല്ലാം സങ്കല്പിക്കാൻ പറ്റുമോ ഇത്? ആന മണ്ടത്തരല്ലേ? പക്ഷേ ഇതൊക്കെ റിയാലിറ്റിയാണ്. നമ്മൾ ഈ റിയാലിറ്റികളൊക്കെ അംഗീകരിച്ച് പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് നമ്മൾ വരികയാണ്. പിന്നെ ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം. ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ എഴുത്തുകാർക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കല്യാണിയും ദാക്ഷായും ആ കഥ നോവലുണ്ടല്ലോ, ആ നോവൽ ആദ്യം എഴുതിയിട്ടത് സോഷ്യൽ മീഡിയയിലാണ്. രാജശ്രീ ടീച്ചർ ആദ്യം എഴുതുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ 3 എപ്പിസോഡായ സമയത്താണ് മാതൃഭൂമി എന്ന് വിളിച്ചത് ഞങ്ങൾ പുസ്തകമാക്കാമെന്ന് പറയുന്നത്. അപ്പോൾ സാധ്യതകൾ ഇന്നുണ്ട്, വളരെ സാധ്യതകൾ. ഇന്ന് എഴുതാൻ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ. അതിൽ എന്ത് എഴുതണം എന്നുള്ള പിന്നെ ഇപ്പം മറ്റേ തീരുമാനിക്കുകയും ആ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. എന്നാൽ കുറേയൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന സാധനങ്ങളൊക്കെ ഇത്തിരി ആളെ കാണാവുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അയ്യർ ഇടപെടലുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളുടെ അറ്റാക്കിങ്, എഴുത്തുകാരി ആരായാലും നമ്മളിപ്പോൾ നടിയെ ആക്രമിച്ച കേസിലും ഏത് കേസിലായാലും നമ്മൾ കാണുന്നൊരു സാധനമുണ്ട്, സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുക. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ പിന്നെ ഇരകൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെങ്ങനെ പറയുന്നു, ഞങ്ങളെങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മോശപ്പെട്ടവരെ ചിത്രീകരിക്കുന്നു. സ്ത്രീ ഒരു പരാതി ഉന്നയിച്ചാൽ വലിയ പ്രശ്നമാണിപ്പോൾ. അത് നമ്മുടെ സൊസൈറ്റി പുരുഷാധിപത്യത്തിൽ നിൽക്കുന്ന കാലത്തോളം അങ്ങനെ തന്നെ. അതിലൊക്കെ മാറ്റം വരേണ്ട കാലമുണ്ട്. അത് എഴുത്തുകാരിലൊക്കെ ഈ പ്രശ്നമുണ്ട്. എഴുത്തുകാരെന്തെങ്കിലും ഇപ്പോൾ KR മീര ഒരു വിഷയത്തിന് മുമ്പ് പ്രതികരിച്ചപ്പോൾ എന്തൊരു അറ്റാക്കിംഗ് ആയിരുന്നു. ഒരു പുരുഷനാണ് അത്ര ഉണ്ടായിക്കൊള്ളുന്നില്ല, ഭയങ്കര അറ്റാക്കിങ്. സ്ത്രീകൾ എന്തും പറയാമെന്നുള്ള ലൈനിലേക്ക് പോകുന്ന ഒരു സൊസൈറ്റിയും കൂടിയാണ് ഇതെന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് അതിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ എന്നെ ഈ പരിപാടിയിൽ വിളിച്ച വനിതാ സാഹിതിക്കും ജോസഫ് മുണ്ടശ്ശേരി സാംസ്കാരിക പഠന കേന്ദ്രത്തിനൊക്കെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, സ്നേഹം.